നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കറുത്തവൻ വലിയ പ്ലെയറായിപ്പോയി, അതാണ് അവർക്ക് സഹിക്കാത്തത്, അതാണ് അവരുടെ പ്രശ്നം. വിനീഷ്യസ് ജൂനിയറുടെ കാര്യത്തിൽ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്ന നിക്കോ വില്യംസ് ആണ്. സ്പെയിനും ബ്രസീലും തമ്മിൽ ഇതാ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. സാന്റിയാഗോ ബെർണാബുവിലാണ് മത്സരം. സ്പാനിഷ് ഫുട്ബോളിലെ റേസിസം പ്രശ്നങ്ങൾ, അതിനെതിരെ ഒരു ആൻറ്റി റേസിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മത്സരം ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഘട്ടത്തിലാണ് നിക്കോ വില്യംസിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം വന്നിരിക്കുന്നത്. ASന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, അവനെ അവർ ഇൻസൾട്ട് ചെയ്യുന്നത് അവനൊരു ഗ്രേറ്റ് പ്ലെയറും കറുത്ത വർഗ്ഗക്കാരനായതും കൊണ്ടാണ്. കറുത്തവൻ വലിയ പ്ലെയറായി. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് തടഞ്ഞേ പറ്റൂ. ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് പുറത്തിട്ടേ പറ്റൂ. ഫുട്ബോൾ എന്നുള്ളത് എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ ഇത്തരത്തിൽ ഇൻസൾട്ട് ചെയ്യാനുള്ളതല്ല. ഇത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഞാനും ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്കും മറ്റുള്ളവർക്കുമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറണം. അതാണ് വേണ്ടത് എന്ന് നിക്കോ വില്യംസ് പറയുന്നു. ഇത്തരത്തിൽ വലിയ രൂപത്തിൽ വംശീയ അധിക്ഷേപം, ഒരു കറുത്തവൻ വലിയ കളിക്കാരനാവുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ് എന്ന് തന്നെ തുറന്നടിച്ചിരിക്കുകയാണ് വില്യംസ്. നമുക്കും കാണാം, നമ്മുടെ കമൻറ്റ് ബോക്സുകളിലും കാണാറുണ്ട്, വിനീഷ്യസ് ജൂനിയറിനെതിരെ വംശീയാധിക്ഷേപം വരുമ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് താഴെ അതവൻ അർഹിക്കുന്നതാണ്, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അതുകൊണ്ട് അത് കിട്ടണം. ആരാടോ താനൊക്കെ വിനി ജൂനിയർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ? വംശീയ അധിക്ഷേപത്തെയും കളിക്കളത്തിലെ സാധാരണ തരത്തിലുണ്ടാവുന്ന വൈരത്തെയും ഒരേ കണ്ണിൽ നോക്കിക്കാണുന്നു. എന്നിട്ട് അതുകൊണ്ടാണിത് എന്ന് പറയുന്നവൻ്റെ ഉള്ളിലും ഈ പറയുന്ന നിക്കോ വില്യംസ് പറഞ്ഞ പോലെ കറുത്തവൻ മികച്ച കളിക്കാരനാവുമ്പോൾ കറുത്തവൻ ഉയരുമ്പോഴുള്ള ആ വെറുപ്പുണ്ടല്ലോ, അത് തന്നെയാണ് അത്തരം കമൻറ്റുകളിലൂടെ താനൊക്കെ കാണിക്കുന്നതും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.